ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹു അത്തരത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫ എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ്. ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിലേക്ക്, ജിന്ന് വിഭാഗങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ച ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളയുടെ റിസാലത്തിൻ്റെ പൂർത്തീകരണം പ്രഖ്യാപിച്ച ദിവസമാണ് യൗമു അറഫ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ യൗം, ഈ ദിവസം എന്ന് പ്രത്യേകം അഡ്രസ്സ് ചെയ്ത ഒരു ദിവസമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഈ ദിവസം, ഈ ദിനം നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കിയ ദിവസമാണ് എന്ന് ഹിജ്റ 10 ദുൽഹിജ്ജ മാസം 9 പ്രബലാഭിപ്രായ പ്രകാരം യൗമുൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം വരികയുണ്ടായി. ലോകത്ത് മാനവരാശിക്ക് നൽകപ്പെട്ട നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് അതാണ്. റിസാലത്തിലൂടെ, വഹയിലൂടെ നമുക്ക് ലഭിച്ച സന്ദേശങ്ങൾ. അതുകൊണ്ടാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞിട്ട് അതിനോട് അത്ഫ് ചെയ്ത് ചേർത്തുകൊണ്ടല്ല പറഞ്ഞു വഅത്മംതു അലൈക്കും നിഅമതി,
എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന്. ഇത് ഏറ്റവും വലിയ നിഅമത്താണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ദീനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അല്ലാഹു തൃപ്തിപ്പെട്ടു തന്നതാണത്. ലോകത്തുള്ള സർവ്വ മനുഷ്യരും അതിൽ തൃപ്തിപ്പെടണം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അത് കാരണം അത് വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ വലുപ്പം മനസ്സിലാവുക. ജാഹിലിയ്യത്ത് അറിയുന്നവനാണ്. വെളിച്ചമില്ലാതെ ഇരുളിൽ തപ്പിത്തടഞ്ഞു ജീവിക്കേണ്ടി വന്ന മനുഷ്യർ, അവർക്കാണ് ഇസ്ലാമിന്റെ വെളിച്ചം ഏറ്റവും നന്നായി മനസ്സിലാവുക. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പ് അറബി ലോകത്ത് അറിയപ്പെട്ട സാഹിത്യകാരനാണ് ലബീദ് ബിൻ റബിയ. ആ ലബീദ് മുഅല്ലഖാത്തുകൾ അതിൻ്റെ അസ്ഹാബുകളിൽ പെട്ട ആളാണ്, അറിയപ്പെട്ട സാഹിത്യകാരനാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അനവധി തൻ്റെതായ സാഹിത്യങ്ങൾ ലോകത്തിന് സമർപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത് ശ്രദ്ധിച്ചു. പ്രവാചകൻ പറഞ്ഞു, ലബീദ് ചൊല്ലിയ കവിതകളിൽ ഏറ്റവും മനോഹരമായ കവിത അലാ കുല്ലു ശൈഇൻ മാ ഹലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാല തസായിലു. ഈ കവിതയാണ്. അറിയണം, മനസ്സിലാക്കണം. എല്ലാം അല്ലാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാകാനുള്ളതാണ്, നിരർത്ഥകമാണ്. വകുല്ലു നഈമിൻ ലാ മഹാല തസായിലു. മനുഷ്യന് നൽകപ്പെട്ട ഏതെല്ലാം നിഅമത്തുകളുണ്ടോ ആ നിഅമത്തുകൾ മുഴുവനും നീങ്ങിപ്പോകുന്നതാണ്, ഇല്ലാതായി പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ലബീദിന്റെ കവിതയെ പ്രത്യേകം എടുത്ത് പ്രശംസിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ജാഹിലിയ അറബികളിൽ അറിയപ്പെട്ട സാഹിത്യകാരനായിരുന്ന ലബീദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതോടെ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ കേട്ടുൾക്കൊണ്ട് വിശുദ്ധമായ ദീൻ സ്വീകരിച്ചു. പിന്നെ അദ്ദേഹം ജീവിച്ചത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയാണ്. മുസ്ലിമായതിനു ശേഷം അദ്ദേഹം കവിത ചൊല്ലിയില്ല എന്നാണ്. മഹാനായ ലബീദ് മുസ്ലിമായതിനു ശേഷം ഇല്ല ബൈത്തൻ വാഹിദ, ഒറ്റ കവിതയെ, ഒരൊറ്റ ബൈത്ത് മാത്രമേ പിന്നെ ജീവിതത്തിൽ തൻ്റെതായി സമർപ്പിച്ചിട്ടുള്ളൂ. ആ കവിത എന്തായിരുന്നുവെന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാലാ. വിശുദ്ധമായ ഇസ്ലാമിനെ സ്വീകരിക്കാൻ അല്ലാഹുവേ നീ എനിക്ക് ആയുസ്സിട്ട് തന്നല്ലോ. ജാഹിലിയത്തിൽ തന്നെ നീ എന്നെ മരിപ്പിച്ച് കളഞ്ഞില്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് കാണാനും ആ പ്രവാചകനിൽ നിന്ന് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ കേൾക്കാനും പഠിക്കാനും ഞങ്ങൾ എഴുതിയ സാഹിത്യങ്ങളെക്കാൾ വളരെ മനോഹരമായ വിശുദ്ധ ഖുർആനിന്റെ ആശയതലങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങാനും ഈ വിശുദ്ധ ഇസ്ലാമിനെ ഒരു കുപ്പായമായി എടുത്തണിയാനും എനിക്ക് ആയുസ് നീട്ടിയിട്ടു തന്ന അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. എന്നെ മരിപ്പിക്കാതെ ആയുസ് നീട്ടിയിട്ട് തന്ന അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഇതാണ് മുസ്ലിമായതിനു ശേഷം ലബീദ് പാടിയ ഏക കവിത. എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്ത് അല്ലാഹു പൂർത്തിയാക്കി തന്ന ദിവസമാണ് യൗമുൽ അറഫ, ദുൽഹിജ്ജ 10 ആ വെള്ളിയാഴ്ചയിലെ അറഫ ദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയായതായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സൂചന കൂടിയാണ് ഈ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് അവതരിച്ചതിനു ശേഷം ഏതാണ്ട് 80 ചില്ലാനം ദിവസമാണ് ലോകത്ത് ജീവിച്ചിരുന്നത്. ഈ ആയത്ത് അവതരിച്ചതിനു ശേഷം 80 ചില്ലാനം ദിവസങ്ങൾ പ്രവാചകൻ ഈ ലോകത്ത് ജീവിച്ചു. പക്ഷേ പിന്നീട് ഒരിക്കലും ഒരു ഹലാൽ നിയമം അവതരിച്ചില്ല, ഒരു ഹറാം നിയമം അവതരിച്ചില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിനു ശേഷം വീണ്ടും ആയത്തുകൾ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരു ഹലാലോ ഹറാമോ വിധിവിലക്കുകളോ ഒന്നും തന്നെ അവതരിച്ചിട്ടില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തിയാക്കി തന്ന വളരെയധികം ശ്രേഷ്ഠമായ സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെ, ദീനിനെ, ഏറ്റവും വലിയ മോഡേണിറ്റി,
ഏറ്റവും വലിയ ആധുനികത എന്ന് പറയാൻ കഴിയുന്ന ഒരു മഹത്തായ വിജ്ഞാനത്തെ, അറിവിനെ, വിവേകത്തെ, ജീവിതമാർഗത്തെ ലോകത്തിനു മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുകയാണ്. അറഫാ ദിനമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ പ്രൗഢി ലോകത്തിൻ്റെ മുന്നിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാണ്. ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു PhD ഡോക്ടറേറ്റോ എടുത്തുപോയ ആളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൗതികമായ പടവുകൾ, അതിൻ്റെ വൈജ്ഞാനിക തലങ്ങൾ, അതിൻ്റെതായ ക്വാളിഫിക്കേഷനുകൾ, അതിന് പ്രാഥമികമായി മനുഷ്യർ സ്വീകരിക്കുന്ന വഴികൾ സ്വീകരിച്ച ആളായിരുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ പ്രത്യേകത, പ്രവാചകൻ പ്രത്യേകമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. നമ്മൾ പലവരും നമ്മൾ മനസ്സിലാക്കി. പ്രവാചകന്റെ പ്രൊഫസർ, പ്രവാചകന്റെ അധ്യാപകൻ അല്ലമഹു ശദീദുൽ ഖുവാ, ജിബ്രീൽ എന്ന മലക്കാണ്. ജിബ്രീലിൽ നിന്നാണ് വിജ്ഞാനം ഏറ്റുവാങ്ങിയത്. ആ ജിബ്രീലാകട്ടെ തൻ്റെ ഏതെങ്കിലും ചിന്തകൾ അവതരിപ്പിക്കുകയല്ല, നേരെ മറിച്ച് മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് ചിന്തിച്ചത് എപ്പോഴാണ്? മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് ലോക സമൂഹം, ലോകത്തെ വലിയ രാജാക്കന്മാർ, അതുപോലെ തന്നെ ലോകത്തെ വിദ്യാഭ്യാസ വിചക്ഷണരായ ആളുകൾ, സാമൂഹ്യ നിരീക്ഷകരായ ആളുകൾ, അവരെല്ലാവരും ഒത്തുകൂടിയിട്ട് ലോകത്താദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം, മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ചിന്ത പോലും വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ്. 1948 ഡിസംബർ 10 ലോകത്താദ്യമായ ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ UDHR എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെട്ടത്. മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുകയും മാത്രമല്ല, അത്തരമൊരു പ്രഖ്യാപനം ലോകാടിസ്ഥാനത്തിൽ പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത് 1948 ഡിസംബർ 10 അതുകൊണ്ടാണ് എല്ലാ വർഷവും ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യർ 48 അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് പിന്നെയും ഒരു കൊല്ലം കഴിഞ്ഞതിനു ശേഷമാണ് അത്തരമൊരു ഡിക്ലറേഷൻ ലോകത്ത് സംഭവിക്കുന്നതെങ്കിൽ ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ദൗത്യപൂർത്തീകരണത്തിന്റെ ഭാഗമായി പ്രവാചക ജീവിതത്തിലെ അവസാന വർഷം അഥവാ 11 അതിന് തൊട്ടു മുമ്പുള്ള വർഷത്തിൽ നബിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജത്തുൽ വിദാഇൽ അവിടെ നടത്തിയ ഖുതുബത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്താദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. മനസ്സിലാക്കണം, അതാണ് അറഫ പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രഖ്യാപനമാണ്. അവിടെ എല്ലാ വിഷയങ്ങളും പ്രവാചകൻ കൊണ്ടുവന്നു. വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ, ഹജ്ജിടങ്ങളിൽ വെച്ച് പ്രവാചകൻ നടത്തിയ ഖുതുബകൾ പരിശോധിച്ചാൽ പിന്നീട് മാനവരാശി അവർ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട പൊതുവായ നിയമങ്ങളെയും ചട്ടങ്ങളെയും സംസ്കാരങ്ങളെയും നിലപാടുകളെയും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ പ്രത്യേകതയായ ജവാമിഉൽ കലിം, വാക്കുകളെ ഏറ്റവും സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ശൈലിയിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. പ്രവാചകൻ ആ വിഷയം അവതരിപ്പിക്കുന്നു. നോക്കൂ, തൻ്റെ മുന്നിൽ കൂടിയ ഒരു പുരുഷാരം, 100,000 വരുന്ന സ്വഹാബത്ത്. നമ്മൾ മനസ്സിലാക്കണം, ആ 100,000 വരുന്ന ആളുകളോട് പ്രവാചകൻ സംസാരിക്കുമ്പോൾ ഒരു മൈക്രോഫോൺ ഇല്ല, ഒരു സംസാരിക്കുവാൻ ഒരു മൈക്ക് സെറ്റ് ഇല്ല. 2000-ഓ 20,000-ഓ അല്ലെങ്കിൽ 50,000-ഓ വാട്സിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങൾ ഒരിക്കലും അവിടെയില്ല. അത്തരമൊരു സംവിധാനങ്ങളുമില്ല. നേരെ മറിച്ച് 100,000 വരുന്ന ആളുകളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും നിശബ്ദമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. 100,000 ആളുകൾ ഒരിടത്ത് കൂടിയാൽ അവരൊരാൾ പോലും സംസാരിക്കാതെ നിശബ്ദമായി അവരുടെ തലയിൽ ഒരു കിളി വന്നിരുന്നാൽ അവരാ കിളി പാറിപ്പോകാതിരിക്കാൻ എത്രമാത്രം സൈലന്റായി അടങ്ങി ഒതുങ്ങിയിരിക്കുമോ അത്രത്തോളം സൈലന്റായി അടങ്ങി ഒതുങ്ങി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആ 100,000 വരുന്ന സ്വഹാബത്ത് നിരന്നിരിക്കുമ്പോഴാണ് പ്രവാചകന്റെ ആദ്യത്തെ ചോദ്യം, അയ്യു യൗമിൻ ഹാദാ, ഇതേതാ ദിവസം? പ്രവാചകന്റെ ചോദ്യമാണ്, ഇതേതാ ദിവസം? പ്രവാചകൻ ദിവസം അറിയാത്ത ആളാണോ? അവർക്ക് കൺഫ്യൂഷനായി. എന്തായിരിക്കും നബി ഈ ദിവസത്തെക്കുറിച്ച് ചോദിക്കുന്നത്? ഈ ദിവസത്തിന്റെ പേര് മാറ്റാനാണോ? എന്തായിരിക്കും പ്രവാചകന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം? അയ്യോ യൗമിൻ ഹാദാ, ഇതേതാ ദിവസം? അവർ പറഞ്ഞു യൗമുൻ ഹറാം, നബിയെ പവിത്രമായ ദിവസമാണ്. ചില ആളുകൾ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനെ അറിയൂ. പ്രവാചകൻ രണ്ടാമത്തെ ചോദ്യം ഓഡിയൻസിനോട്, ഫഅയ്യു ബലദിൻ ഹാദാ, നിങ്ങളിപ്പോൾ ഏത് നാട്ടിലാണ് ഉള്ളത്? അവർക്ക് സംശയമായി, എന്ത് ചോദ്യമാണിത്? പ്രവാചകന്റെ ചോദ്യമാകും, അതിനർത്ഥമുണ്ട്. ചില ആളുകൾ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം,
അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക. ചിലർ പറഞ്ഞു ബലദുൻ ഹറാം, പവിത്രമായ നാട്ടിലാണ് നമ്മൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു ഓഡിയൻസിനോട്, ഫയു ഷഹ്രിൻ ഹാദാ, ഏതാണ് ഈ മാസം, ഏതാണ് ഈ മാസം? ചിലർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം. കാര്യം അവർക്ക് തോന്നിയത് പ്രവാചകൻ ഈ മാസത്തിന്റെ ആ പേരെങ്ങാനും മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ ചോദിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം. എന്നാൽ വേറെ ചിലർ പറഞ്ഞു ഷഹ്റുൻ ഹറാം, പവിത്രമായ മാസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ചോദ്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഏതാണ് ഈ നാട്? മക്ക എന്ന നാടാണ്. ഏതാണ് ഈ ദിവസം? അതേ അറഫ എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഏതാണ് ഈ മാസം? പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ ബോധം അവരുടെ ഉള്ളിൽ കൊണ്ടുവന്ന റസൂല് അവരുടെ ശ്രദ്ധ മുഴുവനും സ്വരൂപിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഈ ദിവസം നിങ്ങൾക്ക് പവിത്രമാണോ? ഈ മക്ക എന്ന പട്ടണം നിങ്ങൾക്ക് പവിത്രമാണോ? ഈ ദുൽഹിജ്ജ എന്ന മാസം നിങ്ങൾക്ക് പവിത്രമാണോ? അതിലും പവിത്രമാണ്. ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. ഈ മാസത്തെക്കാളും ബഹുമാനമുണ്ട്, ഈ മക്കയെക്കാളും ബഹുമാനമുണ്ട്, ഈ ദിവസത്തെക്കാളും ബഹുമാനമുണ്ട്. നിങ്ങളുടെ സമ്പത്തിന്, നിങ്ങളുടെ അഭിമാനത്തിന്, നിങ്ങളുടെ രക്തത്തിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഒരു സംസ്കാരം ഉള്ള ഒരു ജനറേഷൻ, ഒരു തലമുറയെ രൂപപ്പെടുത്തുകയാണ്. ഈ മക്ക നിങ്ങൾക്ക് പവിത്രമാണല്ലോ, ഈ ദിവസവും മാസവും നിങ്ങൾക്ക് പവിത്രമാണല്ലോ, എന്നാൽ അതിലും പവിത്രമാണ് നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ രക്തം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം. ഇന്ന അറാദക്കും, നിങ്ങളുടെ അഭിമാനം അത് ചിന്താൻ പാടില്ല. ചെറിയവനാകട്ടെ വലിയവനാകട്ടെ അഭിമാനം ചിന്താൻ പാടില്ല. ലോകത്ത് നമുക്കറിയാം, മനുഷ്യന് വർക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഈഗോകൾ, അവരുടേതായ ചില പ്രത്യേകമായ ഈഗോകൾ. ചില തറവാട്ടിൽ പിറന്നവൻ ഈഗോയാണ്, അവൻ വലിയവനാണ്, മറ്റവൻ ചെറിയവനാണ്, അവനെ അപമാനിക്കും, അവനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുകയില്ല. അഥവാ ഈ സമ്പന്നരിക്കുന്നിടത്ത്, തറവാടി ഇരിക്കുന്നിടത്ത് ദരിദ്രനാരായണൻ ഇരുന്നുകൂടാ. അവിടെ അവന്റെ അഭിമാനം പിച്ചു ചിന്തും. അവൻ കൈകൂപ്പി നിൽക്കണം. അവന് കഞ്ഞു കൊടുക്കുന്നത് കുഴിയിലാണ്, കുഴികുത്തി ഇലയിൽ കഞ്ഞു കോരിക്കൊടുക്കുകയാണ്. അവന്റെ അഭിമാനം പിച്ചു ചിന്തുകയാണ്. വർണ്ണത്തിന്റെ പേരിൽ, അതുപോലെ വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, പലവിധ രൂപത്തിൽ മനുഷ്യന്റെ അഭിമാനത്തെ ഹനിക്കുന്ന ജാഹിലിയ സമ്പ്രദായം. അവർ തറവാടിന്റെ പേരിൽ പലപ്പോഴും മേന്മ നടിച്ച ആളുകളാണ്. പ്രവാചകൻ അതിന്റെ മുനയും ഒടിച്ചു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു, ലാ ഫദ്ല അറബി വലാ അജമി, അറബിക്ക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് ചുവന്നവനേക്കാളോ ഒരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. അപ്പൊ ഒരു നിലക്കും ഒരു സംസാരം കൊണ്ട് പോലും മറ്റൊരു മുഅ്മിനിന്റെ അഭിമാനത്തെ ഹനിക്കാൻ പാടില്ല. മനസ്സിലാക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരമാണ്. എന്നാൽ ഇത് നമുക്കറിയാം, ലോകത്ത് ആധുനികമായ തലമുറക്ക് പഠിപ്പിക്കപ്പെടേണ്ട ഏറ്റവും ഉന്നതമായ ആശയം ഇതാണ്. കാരണം നമ്മൾ പുരോഗമിച്ചു. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ടെക്നോളജിയുടെ യുഗത്തിലാണ്. മാത്രമല്ല, നമ്മൾ പഴയ കാലഘട്ടത്തിൽ IT-യിൽ നിന്ന് പുരോഗമിച്ച് AI-യിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് മനുഷ്യന്റെ ബുദ്ധിയെ തന്നെയും കവർന്നെടുക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും അതിജയിക്കുന്ന AI ടെക്നോളജിയുടെ കാലത്തേക്ക് നമ്മൾ മാറി എന്ന് പറയുമ്പോഴും ഈ സംസ്കാരം, അടിസ്ഥാനപരമായ അറിവ് മനുഷ്യന് ആവശ്യമാണ്. നമുക്കറിയുന്ന ഏറ്റവും അധികം അഭിമാനം പിച്ചു ചീന്ത എവിടെയാണ്? സോഷ്യൽ മീഡിയകളിലാണ്. നമ്മളും അറിയാതെ അതിൽ പങ്കുചേരുകയാണ്. ഏതെങ്കിലും ഒരു ഫേക്ക് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ വിതരണക്കാർ നമ്മളാണ്. ഒരാളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും കിട്ടിയാൽ ഉടൻ തന്നെ അത് അടിച്ച് കയറ്റിവിടും നമ്മളാണ്. നമ്മൾ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ. ഒരാളെക്കുറിച്ച്, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാവാം, മതത്തിന്റെ പേരിലാകാം, സംഘടനയുടെ പേരിലാകാം. ഒരാളെ വ്യക്തിഹത്യ നടത്തിയയാളെ ഇല്ലാതാക്കാൻ കിട്ടുന്ന സർവ്വ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണം. അത് ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ ഒരുത്തന്റെ തല തകർക്കപ്പെടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരണം നൽകിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ പ്രത്യേകത, അവൻ രാവിലെ പ്രഭാതമായി കഴിഞ്ഞാൽ ഒരു കളവിങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങും. ആ കളവ് അവൻ പ്രചരിപ്പിക്കുമ്പോൾ തബ്ലിഗുൽ ആഫാഖ്, ഭൂഖണ്ഡങ്ങളെ, അതല്ലെങ്കിൽ ഈ ലോകത്തെ ചക്രവാളങ്ങളെ അത് താണ്ടിക്കിടക്കുന്നതാണ്. അഥവാ ഇവൻ പ്രചരിപ്പിക്കുന്ന ഫേക്ക് ന്യൂസ് തബ്ലിഗുൽ ആഫാഖ്, ചക്രവാളങ്ങളിലേക്ക് വ്യാപിക്കും. മനസ്സിലാക്കണം, ഇത് നബിയുടെ കാലത്ത് സാധ്യമല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ഫേക്ക് ന്യൂസ് വന്നാൽ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങുള്ളൂ. അതടുത്ത ഗ്രാമത്തിൽ ഇറങ്ങണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞെന്ന് വരും. പക്ഷെ ഇന്ന് അങ്ങനല്ല. പ്രവാചകന്റെ വാചകം അക്ഷരാർത്ഥത്തിൽ തബ്ലിഗുൽ ആഫാഖ്,
ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് തബ്ലുഗുൽ ആഫാഖ്, ചക്രവാളങ്ങൾ ആ ഫേക്ക് ന്യൂസ് വ്യാപിക്കും. ഈ ഒരു അവസ്ഥ ലോകത്ത് വ്യാപകമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം കൂടി ഓർത്തു വെക്കുക. ലമ്മാ ഉർദ ബി മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസിൻ യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും. പ്രവാചകൻ അതേ മിഅ്റാജിൽ പോയ രാത്രിയിൽ കുറെ ആളുകൾ പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി, കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹിക്ക്. വരാനിരിക്കുന്ന ലോകത്ത് സംഭവിക്കാവുന്നതാണ്. ചിലർ പറഞ്ഞു ബർസഖിയായ അവസ്ഥയാണ്. എന്താണ്? അവർക്ക് ചെമ്പിനാലുള്ള നഖങ്ങളുണ്ട്. ആ ചെമ്പിനാലുള്ള നഖങ്ങൾ കൊണ്ട് അവരുടെ നെഞ്ചും മുഖവും അവർ മാന്തിക്കീറുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, മൻ ഹൗലാ യാ ജിബ്രീൽ, ഓ ജിബ്രീൽ ഇത് ആരാണിവര് എന്ന് ചോദിക്കുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ മറുപടി, മൻ മിൻ ഹൗലാ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫി അറാദിഹിം. ഈ ആളുകൾ മനുഷ്യന്റെ മാംസം തിന്നു നടന്ന ആളുകളാണ്. തൻ്റെ സഹോദരന്റെ മാംസം തിന്നു നടന്ന ആളുകളാണ്, ഇറച്ചി തിന്നു നടന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവന്റെ അഭിമാനത്തെ പിച്ചി ചീന്തിയ ആളുകളാണ്. അവരുടെ അഭിമാനത്തെ ഹനിക്കണം, അവനെ ഇല്ലാതാക്കണം, അവനെ താഴേക്കിറക്കണം, ഹേറ്റ് ക്യാമ്പയിൻ നടത്തണം. നമുക്കറിയാം, ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചൊരു ഇലക്ഷൻ ആയാൽ നമ്മുടെ എതിർകക്ഷിയായിരിക്കാം, അയാളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ താഴെ ഇറക്കാൻ, അയാൾക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്താനുള്ള ശ്രമങ്ങൾ, ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ നടക്കുകയാണ് എല്ലാ രംഗത്തും. ഇത് വളരെ പ്രധാനമാണ്. അറഫയിൽ പ്രവാചകൻ തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അടിസ്ഥാനപരമായ അറിവതാണ്. മക്കയേക്കാൾ പവിത്രമാണ് നിന്റെ സഹോദരന്റെ അഭിമാനം. നിന്റെ സഹോദരന്റെ അഭിമാനം ഈ ദിവസത്തെക്കാൾ പവിത്രമാണ്. ദുൽഹിജ്ജയേക്കാൾ പവിത്രമാണ് നിന്റെ സഹോദരന്റെ അഭിമാനം. അത് പിച്ചി ചീന്തരുത്. രണ്ട് റസൂല് പറഞ്ഞു, രക്തം പവിത്രമാണ്. ഇതാരോടാ പറയേണ്ടത്? പരിശുദ്ധരിൽ പരിശുദ്ധരായ സ്വഹാബത്തിനോടോ? രക്തം പവിത്രമാണ്. അവർ ജാഹിലിയത്തെ കണ്ടുവന്ന ആളുകളാണ്. രക്തം കണ്ട് കറതീർന്ന മനുഷ്യരാണ്. എന്തിനും ആരെയും കൊലവിളിക്കാൻ തയ്യാറായി രംഗത്ത് വന്ന ആളുകളാണ്. അവരെ പ്രവാചകൻ സ്ഫുടം ചെയ്തെടുത്തതിന് ശേഷമാ പറയുന്നത്, മക്കയേക്കാൾ പവിത്രമാണടാ, അതുപോലെ ഈ ദിവസത്തെക്കാൾ പവിത്രമാണടാ, അതുപോലെ തന്നെ ഈ മാസത്തെക്കാൾ പവിത്രമാണടാ രക്തം എന്നുള്ളത്. അത് ചിന്താൻ പാടില്ല. അന്യായമായി ഒരാളെയും വധിക്കാൻ പാടില്ല. ഇത് ഏറ്റവും അധികം പറയേണ്ടത് ആരോടാ? നിങ്ങൾക്കറിയോ, ഈ 2025 പറന്നു. 2025 പറന്നു. ജനുവരി ഫെബ്രുവരി മാസത്തിൽ 2 മാസത്തിൽ കേരളത്തിൽ അതേ രജിസ്റ്റർ ചെയ്യപ്പെട്ട കൊലപാതകങ്ങൾ 62 എത്ര മാസം കൊണ്ട്? 2 മാസം കൊണ്ട് കേരളക്കരയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കൊലപാതകങ്ങൾ. അത് മറ്റൊരാളെ കൊന്നതല്ല, നേരെ മറിച്ച് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ, വാപ്പയെ കൊന്നത്, ഉമ്മയെ കൊന്നത്, സഹോദരങ്ങളെ കൊന്നത്, മക്കളെ കൊന്നത്, അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കൊലപാതക കണക്കുകൾ വർഷത്തിൻ്റെതല്ല. 2025 പിറന്നതിനു ശേഷം ജനുവരിയിലും ഫെബ്രുവരിയിലും 2 മാസത്തിൽ മാത്രം കേരളം എന്ന ഇട്ടാവട്ടം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം, ഈ ചെറിയ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കൊലപാതകങ്ങൾ 60-ൽ ചില്ലുവാനമാണ്. മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങുമെങ്ങും മനുഷ്യക്കുരുതിയാണ്. ലോകം എടുത്തു നോക്കി, എവിടെ എടുത്തു നോക്കിയാലും ആളുകളെ കൊന്നുതള്ളുകയാണ്, ജനങ്ങളെ കൊന്നുതള്ളുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു. 50 പൈസ ബാലൻസ് കൊടുക്കാത്തതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു. മനസ്സിലാക്കണം, ചെറിയ പപ്പടത്തിന്റെ പേരിൽ പറഞ്ഞു മനുഷ്യന്മാർ പരസ്പരം തലതല്ലി കീറിയ കഥകൾ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രശ്നവുമല്ലാത്ത ഒരവസ്ഥയിൽ കേരളം മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ ഏതാനും മാസങ്ങളായി നിലനിൽക്കുന്ന ഫലസ്തീനിലെ കുരുതികൾ നമ്മൾ കാണാൻ. പിഞ്ചുമക്കളെ നിഷ്ഠൂരമായി കൊന്നിട്ട് ഗസയുടെ മണ്ണ് ചുവന്നു എന്ന് മാത്രമല്ല, അതേ ലോക മനസാക്ഷി ഞെട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളുടെ കബന്ധങ്ങൾ നിരന്ന് നടക്കുന്നത് കണ്ട് മനസ്സ് ചത്തുപോയ ഒരു ജനത ലോകത്ത് രൂപപ്പെടുകയാണ്. പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ജനങ്ങൾക്കൊരു കാലം വരും, ആ കാലത്തിന്റെ പ്രത്യേകത ലാ യദ്രിൽ ഖാതിലു ഫി അയ്യി ശൈഇൻ ഖതല വലാ യദ്രിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതില. കൊന്നവൻ അറിയില്ല എന്തിനാ ഞാൻ അവനെ കൊന്നത് എന്ന്, മരിച്ചവൻ അറിയില്ല എന്തിനാണ് അവൻ എന്നെ കൊന്നത് എന്ന്. രണ്ടും അറിയില്ല. ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടത് എന്ന് മരിച്ചവനോ, അവനെ എന്തിനാ ഞാൻ കൊന്നത് എന്ന് കൊല ചെയ്തവനോ അറിയാത്തൊരു കാലം ലോകമിങ്ങനെ കടന്നു പോകുമ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകൻ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അർത്ഥവത്താവുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഹർജ് വരാതെ ലോകം അവസാനിക്കില്ല. ഹർജ് വരാതെ, ഹർജ് എന്ന് പറഞ്ഞപ്പോ
പരിചയമില്ലാത്തൊരു വേർഡ് ആദ്യമായി അവർ കേൾക്കുകയാണ്. പ്രവാചകനോട് ചോദിച്ചു അവർ സ്വഹാബത്ത്, മൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് നബി ഹർജ്? പ്രവാചകൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. വെട്ടലാണ്, കഴുത്ത് കീറിക്കളയും, വെട്ടിക്കളയും. പ്രവാചകൻ ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ആരെയാണ് കൊല്ലുന്നറിയോ? നിങ്ങളുടെ അയൽവാസിയെ കൊല്ലും, നിങ്ങളുടെ അമ്മാവനെ കൊല്ലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾ കൊല്ലും. അത് കേട്ടപ്പോൾ സഹാബി ചോദിക്കുകയാണ്, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ലേ പ്രവാചക? ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ലേ? പ്രവാചകൻ പറഞ്ഞില്ല, നിങ്ങൾക്കന്ന് ബുദ്ധി ഉണ്ടാവില്ല. നിങ്ങൾ വലിയ ഇന്റലിജൻസ് പറയുന്ന ആളുകളാണ്, നിങ്ങൾ ആർട്ടിഫിഷ്യൽ പറയുന്ന ആളുകളാണ്. പക്ഷേ അന്ന് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല, നിങ്ങൾക്ക് വിവരമുണ്ടാവില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ കൊലപാതകങ്ങൾക്കെതിരെ പ്രവാചകൻ സംസാരിക്കാൻ, രക്തം ചിന്തരുത് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ആളുകളുടെ സമ്പത്ത് നമുക്കറിയാം, ലാ തഅഖുലു അംവാലകും ബിൽ ബാത്തിൽ, സമ്പത്ത്, മറ്റുള്ളവന്റെ സമ്പത്ത് നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം തട്ടിപ്പ് നടക്കുകയാണ്, ചൂഷണങ്ങൾ നടക്കുകയാണ്, വെട്ടിപ്പ് നടക്കുകയാണ് പല വിധത്തിൽ. ലോട്ടറിയുടെ പേരിൽ അതല്ലാത്ത നിലക്ക് സാമ്പത്തിക രംഗത്ത് ഏറ്റവും അധികം കൊള്ളരുതായ്മ നടക്കുന്ന ഒരു കാലത്താണ് നബി പറയുന്നത്, ലാ തഅഖുലു അംവാലകും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യായമായി മറ്റൊരുത്തന്റെ സമ്പത്ത് അപഹരിക്കരുത്, തിന്നരുത്, വയറ്റിൽ തീ നിറക്കരുത്. അത് അഭിമാനം പോലെ, അതുപോലെ തന്നെ അവരുടെ രക്തം പോലെ പവിത്രമാണ്, അത് ഹനിക്കരുത്. ഇതാണ് അറഫയിൽ പ്രവാചകൻ നൽകിയ പ്രധാനപ്പെട്ട സന്ദേശം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലാ ഇന്ന കുല്ല ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യ തഹത ഖദമൈ മൗദൂ', ജാഹിലിയ്യത്തിന്റെ എല്ലാ അടയാളങ്ങളെയും ഞാൻ എൻ്റെ കാൽച്ചുവട്ടിൽ ചവിട്ടിയിരിക്കുകയാണ്. ഇനി ജാഹിലിയ്യത്തില്ല, ജാഹിലിയത്തിന് ഇനി സ്ഥാനമില്ല എന്ന് മാത്രമല്ല, ജാഹിലിയത്തിന്റെ പകകളില്ല. വദിമാഉൽ ജാഹിലിയത്തി മൗദൂ', ജാഹിലിയത്തിന്റെ പരസ്പരമുള്ള വീര്യം കാണിക്കുവാൻ വേണ്ടിയുള്ള കൊലപാതകങ്ങളുണ്ടല്ലോ. ഇവിടുത്തെ ഒരുത്തിനെ കൊന്നാൽ അവിടുത്തെ രണ്ടെണ്ണത്തെ കൊല്ലുക, അവിടുത്തെ രണ്ടെണ്ണത്തെ കൊന്നാൽ ഇവിടുത്തെ നാലെണ്ണത്തെ കൊല്ലുക, ഇങ്ങനെ ഒരു ഏർപ്പാടിന് ഇല്ല. അത് ജാഹിലിയത്താണ്, അത് ഞാൻ സമ്മതിക്കില്ല, ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅവ്വലു ദമിൻ അളഉഹു മിൻ ദിമാഇനാ ദമു റബീഅത്ത് ബിനുൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്, എന്റെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടിയെ കൊന്നതുണ്ട്. ഈ ഖുറൈശി തറവാട്ടിൽ തന്നെ അതേ ഒരു കുട്ടിയെ കൊന്ന പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇനി അതിന് പകരം ചോദിക്കാൻ അപ്പുറത്തെ തറവാട്ടിൽ പോയി ഒരാളും കൊല്ലാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂൾ നടപ്പാക്കുകയാണ്. ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി റൂൾ കൊണ്ടുവരുമ്പോ തന്റെ കുടുംബത്തെ ഒഴിവാക്കി കൊടുക്കല്ല. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഈ ജാഹിലിയത്തിന്റെ രക്തച്ചൊരിച്ചിലുകളെ, ആ വിവരക്കേടിന്റെ കൊലപാതകങ്ങളെ, ഈ തറവാട്ടിൽ ഒന്നിനെ കൊന്നാൽ അപ്പുറത്ത് രണ്ടെണ്ണത്തെ കൊല്ലുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാട് റദ്ദു ചെയ്യുമ്പോ ആദ്യമായി ഞാൻ റദ്ദു ചെയ്യുന്നത് എന്റെ കുടുംബത്തിൽ നടന്ന കൊലപാതകമാണ്. അഥവാ റബീഅത്ത് ബിൻ ഹാരിസ് എന്ന കുഞ്ഞുകുട്ടിയെ ഈ ഖുറൈശി തറവാട്ടിൽ അബ്ദുൽ മുത്തലിബിന്റെ മകനായ ഹാരിസിന്റെ മകനായ റബീഅയെ കൊന്ന ആ വിഷയത്തിലെ കുടിപ്പക അല്ലെങ്കിൽ പരസ്പരമുള്ള രക്തച്ചൊരിച്ചിൽ, അതാണ് ഞാൻ ആദ്യം റദ്ദ് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ കൊന്നതിന്റെ പേരിൽ അടുത്ത തറവാട്ടിൽ ഒരു കുഞ്ഞും കൊല്ലപ്പെട്ടുകൂടാ, അത് ഞാൻ റദ്ദ് ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അടുത്തത് സാമ്പത്തിക രംഗത്തേക്ക് പറഞ്ഞു. സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ ചൂഷണം, ലോകത്ത് നിലനിൽക്കുന്ന സർവ്വ എക്കോണമി സിസ്റ്റവും നിലകൊള്ളുന്ന പലിശ എന്ന് പറയുന്ന സിസ്റ്റം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരിബൽ ജാഹിലിയത്തി മൗദൂ', ഇത് പ്രഖ്യാപിക്കാൻ മുഹമ്മദ് നബിക്ക് കഴിയൂ. ലോകത്ത് നമുക്കറിയാം, ലോകത്ത് ഒരുപാട് വിദഗ്ധരായ എക്കോണമിസ്റ്റുകളുണ്ട്, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർ പലവിധ പദ്ധതികളും ലോകത്ത് ആവർത്തിക്കുന്നുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് പലവിധ ഇടപെടലും നടത്തുന്ന ആളുകളുണ്ട്. പക്ഷേ മുഹമ്മദ് നബിക്കല്ലാതെ ലോകത്ത് ഇത്രയും വ്യക്തമായ ഒരു സാമ്പത്തിക സിസ്റ്റം, മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഖത്തീബായി പ്രസംഗിച്ചു പോലല്ല, ഒരു നാടിന്റെ ഭരണാധികാരിയാണ്. ബഹ്റൈനിൽ നിന്ന് ജിസിയ വാങ്ങുന്ന ഭരണാധികാരിയാണ്. മക്കയുടെയും മദീനയുടെയും രാജാവാണ്. അവിടുത്തെ സാമ്പത്തിക രംഗം കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയായി എഴുന്നേറ്റുകൊണ്ട് ആ റസൂല് പറയുന്നത്, മനുഷ്യന്റെ ദുരവസ്ഥയെ, അവന്റെ പ്രയാസത്തെ ചൂഷണം ചെയ്യുന്ന പലിശ എന്ന് പറയുന്ന സംവിധാനത്തെ ഞാൻ റദ്ദ് ചെയ്യണം. ഇനി ഈ നാട്ടിൽ പലിശയില്ല, ഇനി ആരും പലിശ കൊടുക്കാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല. വരിബൽ ജാഹിലിയത്തി മൗദൂ', ജാഹിലിയത്തിന്റെ എല്ലാ ഇടപാടുകളും, ആ റിബയും പലിശയും ഞാൻ റദ്ദു ചെയ്യുകയാണ്. വഅവ്വലു റിബൻ അല്ലാഹു റിബാന റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഫഇന്നഹു മൗദൂഉൻ കുല്ലഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായി ഞാൻ പലിശ റദ്ദു ചെയ്യുമ്പോൾ അത് എൻ്റെ വാപ്പയുടെ സഹോദരനായ അബ്ബാസ് എന്നവർക്ക് കോടിക്കണക്കിന് രൂപയാണ് പലിശ ഇനത്തിൽ കിട്ടാനുള്ളത്. കാരണം ഈ നാട്ടിൽ അറിയപ്പെട്ട വട്ടിപ്പലിശക്കാരനാണ് എൻ്റെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് എന്നവർ.
അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി റദ്ദ് ചെയ്യുന്നത് അബ്ബാസ് എന്നവരുടെ പലിശയാണ്, എൻ്റെ കുടുംബത്തിന് കിട്ടാനുള്ള പലിശയാണ്. അതുകൊണ്ട് ആദ്യമായി ഞാൻ അത് റദ്ദ് ചെയ്യുകയാണ്. ഇനി എൻ്റെ വാപ്പയുടെ സഹോദരനായ അബ്ബാസ്, എൻ്റെ ഉപ്പക്ക് തുല്യനാണ് അദ്ദേഹത്തിന് ആരും പലിശ കൊടുക്കരുത്, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പലിശ ഇനി കൊടുക്കരുത്. ആ പണം മുഴുവൻ, പലിശ മുഴുവനും ഞാൻ റദ്ദു ചെയ്യുകയാണെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച് മാതൃക കാണിച്ചു തരികയാണ്. അന്നു മുതൽ നടപ്പാക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു വെച്ചു അടുത്തത് സ്ത്രീ ചൂഷണങ്ങൾക്കെതിരെ ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖൽതുമുഹുന്ന ബിഅമാനില്ലാ വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ പേരിലാണ് അവർ ഏറ്റെടുത്തത്. ഗ്രഹപീഡനങ്ങൾ പാടില്ല, കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ വീട്ടിലിട്ട് മർദ്ദിക്കാൻ പാടില്ല. മാത്രമല്ല അവരോട് ഏറ്റവും മാന്യമായി പെരുമാറണം. അല്ലാഹുവിന്റെ പേരിലാണ് അവരെ നിങ്ങൾ സ്വീകരിച്ചത്. അവരുടെ ചാരിത്രം നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് അള്ളാഹുവിന്റെ കലിമത്ത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ഭർത്താക്കന്മാരെ നിങ്ങൾ ഏറ്റവും നല്ല രൂപം സ്വീകരിക്കണമെന്ന് മാത്രമല്ല, സ്ത്രീകളോടും പറഞ്ഞു വലക്കും അലൈഹിന്ന അല്ലാ യൂതിന ഫുറൂശകും അഹദൻ തക്റഹൂനഹു, സ്ത്രീകളോടും പറഞ്ഞു നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളും ഇരുന്നു പോകരുത്. മനസ്സിലാക്കണം, നിങ്ങൾക്ക് അങ്ങോട്ടും ബാധ്യതയുണ്ട്. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഊഷ്മളത പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. പലപ്പോഴും ഇസ്ലാം വിമർശകരായ ആളുകൾ കടന്നു വരാറുണ്ട്. അതേ ഇസ്ലാമാണ് സ്ത്രീകളെ ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്ന മതം എന്ന് പറയാറുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതേ സ്ത്രീകളെ കെട്ടഴിച്ചു വിടലാണെന്ന് വാദിച്ചു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്കറിയാം ലോകത്ത് ഇന്നുവരെ സ്ത്രീകളെ സർവ്വവിധേനയും ചൂഷണം ചെയ്തത് മോഡേണിറ്റിയാണ്, ഫെമിനിസമാണ്, പെൺമയെ തന്നെ തകർക്കുന്ന സംവിധാനങ്ങളാണ്. എന്ന് മാത്രമല്ല സ്ത്രീകളെ പരസ്യപ്പലകകളിൽ കൊണ്ടുവന്നു നിർത്തി അവർക്ക് സ്വാതന്ത്ര്യം എന്ന പേരിൽ അവരുടെ ഉടയാടകൾ അഴിച്ചു മാറ്റി തെരുവിൽ നിർത്തി അവരെ ആസ്വദിക്കുന്ന പുരുഷ മേധാവിത്വമുള്ള ആൺകോന്മയുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ ലോകത്ത് രൂപപ്പെട്ടു. പക്ഷേ മൂല്യവത്തായ ഒന്നായി സ്ത്രീകളെ ലോകത്തിന്റെ മുന്നിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല നമുക്കറിയാം പ്രവാചകൻ ഒരു സ്ത്രീലമ്പടനായിരുന്നെങ്കിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ഇസ്ലാമിക സമൂഹത്തെ പറ്റി ഇസ്ലാമിക വിമർശകർ പറഞ്ഞു പരത്തുന്നത് പോലെയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ പ്രവാചകന് പഴയ ജാഹിലിയത്ത് നിലനിർത്തിയാൽ മതി. ഏതൊരാളെയും എവിടെ വെച്ചും എങ്ങനെയും തങ്ങളുടേതായ ഇഷ്ടം ഇറക്കി വെക്കുവാനുള്ള ഒരു ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കാമെന്നുള്ള ആ സിസ്റ്റത്തെ പ്രവാചകൻ നിലനിർത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ജാഹിലിയത്തിന്റെ ലിവിങ് ടുഗദർ, അതേ പെണ്ണിനെ 2 മാസത്തേക്ക് 1 മാസത്തേക്ക് ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് വാടകയ്ക്ക് എടുക്കുന്ന വാടക ചമ്പാക്കി മാറ്റിവെച്ചാൽ മതിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവൻ നിരോധിച്ചിട്ട് പറഞ്ഞു വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, പുരുഷന്മാരെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ് സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാർക്കുള്ള അന്നം, അവരുടെ വസ്ത്രം, അവരുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ മുഴുവനും അവർക്ക് നൽകണം. അവർക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കണം. വീട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ രാജാത്തിയായിരിക്കണം, അവർ പ്രതാപമുള്ളവരായിരിക്കണം, അവർക്ക് അഭിമാനമുള്ള രൂപത്തിലായിരിക്കണം. അവർക്ക് ആവശ്യമായത് മുഴുവനും എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ആണുങ്ങളെ നിങ്ങൾക്കാണ് എന്നുള്ളത് വളരെ കൃത്യമായി പ്രവാചകൻ ഓർമ്മിപ്പിക്കുക. മാത്രമല്ല ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലത് പ്രവർത്തിക്കണേ എന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് മുഹമ്മദ് നബി വസിയത്ത് കൊടുക്കണം. ഒരുപാട് വിഷയം അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ പെണ്ണവകാശത്തെക്കുറിച്ച് ലോകത്താദ്യമായി മാനവ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സമ്മാനിച്ചു ഒരു സമ്മാനം. അറഫയിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത്. ഞാനിതാ ഈ ലോകത്തുനിന്ന് പോകാനായി, അടുത്ത കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അടുത്ത ദുൽഹിജ്ജയിൽ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമോ എന്നറിഞ്ഞുകൂടാ. പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അടുത്ത കൊല്ലം നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. ആയതിനാൽ വഖദ് തറക്തു ഫീകും, നിങ്ങളിൽ ഞാനൊരു കാര്യം ഉപേക്ഷിച്ചാണ് പോകുന്നത്. അതേ ആ സംഗതിയുടെ പ്രത്യേകത ആ സംഗതി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല, നിങ്ങൾക്ക് നേരിന്റെ വഴിയിൽ പോകാം. ആ സമ്മാനം, ആ ഗിഫ്റ്റ്, അതേ കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ ഖുർആനാണ്, അള്ളാഹുവിന്റെ നൂറാണ്. ആ നൂറ് നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിനു ശേഷം പ്രവാചകൻ ചോദിച്ചു. നമുക്കാർക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്തൊരു ചോദ്യം പ്രവാചകൻ ചോദിച്ചു.
നമുക്കാർക്കും, ഒരു ഖതീബിനും ഒരു ഖാദിക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്ത ചോദ്യം, ഒരു സെക്രട്ടറിക്കും ഒരു പ്രസിഡന്റിനും സംഘടനാ നേതാവിനും ചോദിക്കാൻ ധൈര്യമില്ലാത്തൊരു ചോദ്യം. 1 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനോട് നബി ചോദിച്ചു, ഹൽ ബല്ലഗതു, ഹൽ ബല്ലഗതു, ഹൽ ബല്ലഗതു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ തസ്കിയത്ത്, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ അടക്കമുള്ള സർവ്വകാര്യങ്ങളും, നിങ്ങളുടെ രാഷ്ട്രീയം, അതുപോലെ തന്നെ നിങ്ങളുടെ ഭരണഘടന, നിങ്ങളുടെ സംവിധാനങ്ങൾ, നിങ്ങളുമായി ബന്ധപ്പെടുന്ന മുച്ചൂടും സംഗതികൾ, ഹൽബല്ലഖ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് 23 കൊല്ലത്തിന്റെ റിസാലത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ച് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകനോട് വിളിച്ചു പറയുകയാണ്, നബിയേ തീർച്ചയായും മുഹമ്മദ് നബിയെ നിങ്ങൾ എത്തിച്ചു തന്നു, ഞങ്ങളതിന് സാക്ഷികളാണ് പ്രവാചകരെ, ഞങ്ങളതിന് സാക്ഷികളാണ്, നിങ്ങൾ എത്തിച്ചു തന്നു. ഒന്നും അറിയാത്ത ഇരുളിറയിൽ കഴിഞ്ഞുകൂട്ടിയ ഒട്ടക സംസ്കാരത്തിന്റെ ആളുകളായ അതേ മരുപ്പച്ചകളിൽ നിന്ന് മരുപ്പച്ചകളിലേക്ക് മാത്രം യാത്ര പോയിരുന്ന, ലോകം തിരിഞ്ഞുനോക്കിയിട്ടില്ലാത്ത ഞങ്ങളെ വിശ്വോത്തര പൗരന്മാരാക്കി ഉയർത്തി, സംസ്കാരമുള്ളവരാക്കി, അറിവുള്ളവരാക്കി, വിവരമുള്ളവരാക്കി, രാജാക്കന്മാരാക്കി, പ്രവാചക ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ എത്തിച്ചു തന്നു, ഞങ്ങളെ മുച്ചൂടും ഞങ്ങളെ മാറ്റി, ഞങ്ങൾക്ക് അറിവ് നൽകി, അതേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എത്തിച്ചു തന്നു എന്ന് ആബാലവൃദ്ധം ജനങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകനോട് വിളിച്ച് പ്രവാചകന് മറുപടി കൊടുക്കുമ്പോൾ ആകാശത്തേക്ക് വെല്ലുയർത്തി പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹു അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ദീൻ പൂർത്തിയാക്കി എന്ന്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. മഹാനായ ലബീദ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ലബീദ് പാടിയതുപോലെ അല്ലാഹുവിനെ നമുക്ക് ഹംദർപ്പിക്കാം. എന്താണ് ലബീദ് പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദി, അൽഹംദുലില്ലാഹി ഇദ് ലം യഅതിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആയുസ്സ് തന്നല്ലോ അല്ലാ, ഞങ്ങൾക്ക് ഈ ഇസ്ലാം പുൽകാൻ അതിനൊരു കുപ്പായമായി എടുത്തണിയാൻ അവസരം തന്നല്ലോ അല്ലാഹുവേ, അതിന്റെ പേരിൽ നിനക്ക് ഹംദ്, നിനക്ക് ഹംദ്, നിനക്ക് സർവസ്തുതിയും, നീയാണ് ഏറ്റവും വലിയവൻ, ഏറ്റവും ഉന്നതൻ എന്നുറക്കെ വിളിച്ചു പറയാം. അതുകൊണ്ട് ഇത് തക്ബീറിന്റെ നാളുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ والمسلمين أجمعين واستغفروه إنه هو الغفور الرحيم. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമ്മെ സംബന്ധിച്ചിടത്തോളം യൗമു ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹയുടെ ദിനമാണ്. വിശ്വാസികൾക്ക് അള്ളാഹു അനുവദിച്ചു തന്ന ആഘോഷങ്ങളിൽ രണ്ടാമത്തെ ആഘോഷമായ ഈദുൽ അദ്ഹയുടെ ദിനമാണ് നാളെ. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പെരുന്നാൾ ആഘോഷം വളരെ പവിത്രമാണ്. അള്ളാഹുവിനുള്ള തക്ബീറുകൾ കൊണ്ട് മുഖരിതമാവുകയാണ്. നമുക്കറിയാം, അറഫയിൽ ഈ യൗമുൽ അറഫ എന്ന് പറയുന്ന ഈ ദിവസം മുതൽ, ഇന്നത്തെ സുബ്ഹി മുതൽ ആരംഭിച്ച് അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിൽ അത് അവസാനിക്കുന്ന രൂപത്തിൽ നിസ്കാരങ്ങൾക്കു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് ഇജ്മാഅയി ഉദ്ധരിച്ചു വന്ന ഒരു സംസ്കാരമാണ് തക്ബീർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തക്ബീറുകൾ കൊണ്ട് നമ്മുടെ നാവും നമ്മുടെ പരിസരങ്ങളും മുഖരിതമാകണം. അത് അടക്കം പറഞ്ഞാൽ പോരാ, റഫ്ഉ സൗത്ത്, ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് തക്ബീർ ചെല്ലേണ്ടത് എന്നാണ്. നമ്മൾ ഉളുഹിയത്തിന് വേണ്ടി നേർന്നു വെച്ചിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തക്ബീറുകൾ, അങ്ങാടിയിൽ പോയിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള തക്ബീറുകൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബ്ദം ഉയർത്തിക്കൊണ്ടുള്ള തക്ബീറുകൾ ധാരാളം അധികരിപ്പിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ആ പെരുന്നാളിന് വരുമ്പോൾ പ്രത്യേകമായി പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ, ഒന്ന് പുരുഷന്മാർ സുഗന്ധം പൂശി കുളിച്ച് സുഗന്ധം പൂശി വരിക എന്നുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സുഗന്ധം പൂശി പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷേ അവർ പ്രത്യേകം അതിനുവേണ്ടി, അത് ഈദുൽ അദ്ഹയ്ക്ക് വേണ്ടി, പെരുന്നാളിന് വേണ്ടിയുള്ള കുളി, നല്ല വസ്ത്രം ധരിച്ചു വരിക എന്നുള്ളത്. മാത്രമല്ല, നമുക്കറിയാം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഈദുൽ ഫിത്ർ പോലെയല്ല ഈദുൽ അദ്ഹ. ഈദുൽ ഫിത്റിന് ഭക്ഷണം കഴിച്ചിട്ട് മുസല്ലയിലേക്ക് പോകലാണ് സുന്നത്ത്. ഈദുൽ അദ്ഹയെ സംബന്ധിച്ചിടത്തോളം ആ ഈദ് നമസ്കാരമൊക്കെ നിർവഹിച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കലാണ്
സുന്നത്ത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ തക്ബീർ ചൊല്ലാവുന്നതാണ്. പക്ഷേ സ്ത്രീകൾ തക്ബീർ ചൊല്ലുമ്പോൾ അവരുടെ ശബ്ദം താഴ്ത്തി വേണം തക്ബീർ ചൊല്ലാൻ. പുരുഷന്മാർ ഉറക്കെ വേണം തക്ബീർ ചൊല്ലാൻ. കാരണം വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ് വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രമല്ല ഇതിന് പുറമെ അയ്യാമും മഅദൂദാത്തും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള വിശേഷണം പറഞ്ഞപ്പോൾ ഈ ദുൽഹിജ്ജ മാസം അതുമായി ബന്ധപ്പെട്ടും തക്ബീറുകൾ ചെല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചതാണ്, റസൂൽ നമുക്ക് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ തക്ബീറുകളോടുകൂടി ഈദ്ഗാഹുകളിലേക്ക് മുസല്ലയിലേക്ക് എല്ലാവരും ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ആണും പെണ്ണും കുട്ടികളും അടക്കം ഈദ്ഗാഹിലേക്ക് വരിക എന്നതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അതിൽ ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും റസൂൽ വരാൻ പറഞ്ഞു. ആർത്തവമുള്ള സ്ത്രീകൾ വരെ ഈദ്ഗാഹിലേക്ക് വരണമെന്നാണ്. കാര്യം ഇത് പള്ളിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ അവർ പങ്കെടുക്കാൻ പാടില്ല. അവർ മാറിയിരുന്നു കൊണ്ട് മുസ്ലിങ്ങളുടെ പൊതുവായ ദുആകളിൽ പങ്കെടുക്കണമെന്നാണ്. കാരണം ആ പെരുന്നാളിന് ആർത്തവമുള്ള സ്ത്രീകളടക്കം വരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബ വനിത എഴുന്നേറ്റ് റസൂലിനോട് ചോദിക്കുക, റസൂലെ ഇഹ്ദാനാലായ യകൂനു ലഹാ ജിൽബാബ്, ഞങ്ങൾക്കൊരു കുപ്പായവിടൽ ഇല്ലാത്തവരുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ? ജിൽബാബ് ഞങ്ങൾക്ക് മൊത്തത്തിൽ മറയുന്ന ആ രൂപത്തിൽ വസ്ത്രമില്ലാത്ത പെണ്ണുങ്ങളുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിതുൽബിസ്ഹാ ഉഖ്തുഹാ മിൻ ജിൽബാബിഹാ, അങ്ങനെ പെണ്ണുങ്ങൾ വരണ്ടെന്നല്ല, നേരെ മറിച്ച് ഇരവ് വാങ്ങി കുപ്പായമിട്ടെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരിയിൽ നിന്ന് ഇരവ് വാങ്ങിയിട്ടെങ്കിലും അവർ മുസല്ലയിലേക്ക് വരാനാണ് നബി നിർദ്ദേശിച്ചത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. മാത്രമല്ല അൽ മശി, നടന്നു വരിക എന്നുള്ളത് സുന്നത്താണ്. വണ്ടി ഉണ്ടാവും, വാഹനം ഉണ്ടാവും. നമ്മൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ പോലും ഒരൽപ്പം മാറ്റിയിട്ട് നടന്നു വരണം എന്നാണ്. ഇത് ജനങ്ങളെ കണ്ട ആളുകളുമായി സംസാരിച്ച് വരേണ്ട ഒരു ഏർപ്പാടാണ്. മുസല്ലയിലേക്ക് നടന്നു വരൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു വഴിയിലൂടെ വരികയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുകയും ചെയ്യൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിസ്കരിച്ചതിനു ശേഷം ബലിയെറുക്കണം, ഉദ്ഹിയ്യത്ത് അറുക്കണം. നിസ്കാരത്തിന് മുമ്പ് ബലിയെറുത്താൽ അത് ബലിയാവുകയില്ല. നേരെ മറിച്ച് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിസ്കാര ശേഷം നിങ്ങൾ ബലിയെറുക്കണമെന്ന ഉദ്ഹിയ്യത്തിന്റെ കർമ്മങ്ങളുമായി ഏർപ്പെട്ട് അയ്യാമുത്ത തശ്രീഖിന്റെ ദിനങ്ങളിൽ അത് 3 ദിവസവും അക്ലിന്റെയും ഷുർബിന്റെയും അഥവാ പെരുന്നാളിന്റെ ദിനങ്ങൾ തന്നെയാണ്. ആ രൂപത്തിൽ ഈ ദിനങ്ങളെ ക്രമീകരിക്കാൻ പ്രത്യേകം പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന് പവിത്രത കാണാനും അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമുക്കറിയാം ഈ ഏതാനും ആഴ്ചകളായി എല്ലാ രണ്ടാം ഖുത്ബയിലും പറയുന്ന അതേ കാര്യം ആവർത്തിക്കേണ്ടി വരികയാണ്. നമ്മുടെ ബഹുമാന്യനായ PK ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ നാടുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാറ്റിവെച്ച നമുക്കെല്ലാവർക്കും സുപരിചിതനായ PK മുഹമ്മദ് മദനി, നമുക്കറിയാം വലിയൊരു പണ്ഡിതനാണ്, ജംഇയ്യത്തുൽ ഉലമയുടെ നിർവാഹക സമിതി മെമ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ സുദീർഘമായ കാലം ദീൻ പറഞ്ഞു കൊടുക്കാൻ പ്രിൻസിപ്പളായും മറ്റുമൊക്കെ ഇടപെട്ട മനുഷ്യനാണ്. വലിയൊരു ആലിമാണ്, ഒരു പണ്ഡിതനാണ്. ആ വ്യക്തി നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളോട് യാത്ര പറഞ്ഞു പോയി. ഈ ലോകത്ത് നമ്മൾ വിട പറഞ്ഞു പോയി. അതുമാത്രമല്ല, ഒരുപാട് ആളുകൾ, ഒരുപാട് ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ യാത്ര പറഞ്ഞു പോവുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുന്നിലുള്ള ക്യൂ ഇങ്ങനെ തീരുമ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് ചെല്ലുകയാണ്. ആ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യർ, ഒരുപാട് വ്യക്തികൾ. PKയുടെ മരണം നടന്ന അന്ന് തന്നെ രാവിലെ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, നമുക്കറിയാം വളരെ ചെറിയൊരു പയ്യൻ, അള്ളാഹുവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ തയ്യാറായി. അദ്ദേഹം ഏതാനും 2 ആഴ്ചകൾക്ക് മുമ്പ് ഇതുവഴി പോകുമ്പോൾ, എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഈ സ്ഥാപനത്തിൽ കയറി ഇവിടെ വന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് മൗലവി കുറച്ച് കടങ്ങളുണ്ട്. കാരണം ഞാൻ വളരെ ദാരിദ്ര്യമുള്ളൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ വാപ്പക്കും ഉമ്മക്കും കയറിക്കിടക്കാൻ ഒരു ചെറിയ കിടപ്പാടം ഞാൻ വാങ്ങി. ആ വകയിൽ ചെറിയൊരു കടമുണ്ട്. ആ കടം വീട്ടിയാൽ എനിക്ക് വിവാഹം കഴിക്കണം. ഞാൻ പോയി വരാം ഇൻഷാ അല്ലാഹ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും നൽകണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്, കൊതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ഥാപനത്തിൽ വന്നു പോയ സഹോദരൻ ഇവിടുന്ന് പോയി ദുബൈയിലേക്ക് എത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ ഈ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഒരു കോള് വന്നത്. ആ കോള് വന്നപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് തീരെ വയ്യാതെ ഇതാ വന്നിറങ്ങിയിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന് ആകെ കൈമാറാനുള്ളത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മാത്രമായിരുന്നു. ആ പേരിൽ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടു. അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, റിജക്റ്റ് ചെയ്തു. അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അവിടെ അഡ്മിറ്റ് ചെയ്തു, അവിടുന്ന് റിജക്റ്റ് ചെയ്തു. മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ, വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. വിവാഹം കഴിക്കാതെ പറഞ്ഞുറപ്പിച്ച പെണ്ണിവിടെ ബാക്കി നിൽക്കുകയാണ്. 2 കൊല്ലം കഴിഞ്ഞ് കടങ്ങൾ വീട്ടി വരുന്ന ആ വ്യക്തി ഓർത്തിട്ട് കാത്തിരിക്കുകയാണ്. കുടുംബം കാത്തിരിക്കുകയാണ്. എൻ്റെ മകൻ ഇതാ മടങ്ങി വരും സന്തോഷത്തോടെ വിവാഹം കഴിക്കാൻ വാപ്പയും ഉമ്മയും കാത്തിരിക്കുകയാണ്. ആ രൂപത്തിൽ കാത്തിരുന്നവരെ മുഴുവനും നിരാശപ്പെടുത്തി വീട്ടിലേക്ക് കയറി വന്നത്, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോലും വരാതെ, വീട്ടിലെത്താൻ കഴിയാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ആ മയ്യത്തായി വീട്ടിലേക്ക് മടങ്ങി വന്നൊരു ചെറുപ്പക്കാരൻ വല്ലാതെ കൽബിന് വേദനയുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, ബുദ്ധിമുട്ടുണ്ടാക്കി. നമുക്കറിയാം ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് ഹോസ്പിറ്റലിൽ കടം പറഞ്ഞിട്ടാണ് പുറത്തേക്ക് എടുത്തത്. പൈസ നാളെ തരാം,
ബില്ലടക്കാം നാളെ, ഇന്ന് പൈസയില്ല, നിങ്ങൾ ആ മയ്യത്തൊന്ന് വിട്ടുതരുമോ എന്ന് ഹോസ്പിറ്റലുകളോട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികാരികളോട് യാചിച്ച് അവസാനം ജാമ്യമാളുകളെ നിർത്തി, ഞങ്ങൾ തന്നിട്ടില്ലെങ്കിൽ, തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാ ജാമ്യം ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞ് ജാമ്യം നിർത്തിയാണ് ആ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് പീക്ക് മരിച്ച അതേ ദിവസം രാവിലെ ഖബറടക്കിയത്. മനസ്സിലാക്കണം, നമ്മളൊക്കെ ആലോചിക്കണം, നമ്മളെങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് മരിക്കുക നമുക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ ബില്ലടക്കാനുള്ള പണം പോലും നമ്മുടെ കയ്യിലില്ല. അതുപോലും കടം പറഞ്ഞ് ആ മയ്യത്തിനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ ഒരുപക്ഷെ അള്ളാഹു നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കുമൊക്കെ ഉണ്ടാക്കിയേക്കാം. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഷഹീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് 1000 ആഗ്രഹങ്ങൾ, ഒരു വീടെന്ന ആഗ്രഹം, ഉപ്പയും ഉമ്മയും സന്തോഷിക്കണമെന്ന ആഗ്രഹം, ഒരു നല്ല കുടുംബജീവിതമെന്ന ആഗ്രഹം, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ നമ്മുടെ ബഹുവന്ദനായ നമ്മുടെ ഗുരുനാഥൻ PK ഉസ്താദ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാരെ ഉമ്മമാരെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഏറ്റവും അധികം മഗ്ഫിറത്ത് തരുന്ന ദിവസമാണ് ഈ ദിനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം റിള തരുന്ന ദിനങ്ങളാണ് നമ്മൾ കഴിച്ചു പോകുന്ന ഈ ദിനങ്ങൾ. അള്ളാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് അള്ളാഹുവേ, ഒരുപാട് കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് റബ്ബേ, നീ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ അമലുകൾ നീ കബൂലാക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ കുറവുകളെ നീ നികത്തി തരണേ അള്ളാഹുവേ, ഞങ്ങളുടെ പോരായ്മകളെ നീ പരിഹരിച്ചു തരണേ അള്ളാഹുവേ, ചെറുതും വലുതുമായ പാപങ്ങൾ, പകലിലും രാത്രിയിലും സംഭവിച്ച പാപങ്ങൾ, പരസ്യമായും രഹസ്യമായും സംഭവിച്ച പാപങ്ങൾ അള്ളാഹുവേ ഞങ്ങളുടെ പേരിലുണ്ട്, ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. അത് മറ്റാരെക്കാളും തിരിച്ചറിയുന്നവൻ ഞങ്ങളാണ്, അതിലും തിരിച്ചറിയുന്നവൻ നീയാണ് അള്ളാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. വിശുദ്ധ ഇസ്ലാമിനെ കുപ്പായമായി എടുത്തണിഞ്ഞ് അഭിമാനത്തിൻ്റെ കുപ്പായമായി ധരിച്ച് ദീനുൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.